ഇന്ത്യൻ ഗ്രീൻ കൗൺസിൽ 2024 ഗ്രീൻ സബ്മിറ്റ് ക്യാമ്പയിന്റെ ആരംഭമായി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. ഇന്ത്യൻ ഗ്രീൻ കൗൺസിൽ കായംകുളം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ വിതരണം നടത്തിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ ഗ്രീൻ കൗൺസിൽ 2024 ഗ്രീൻ സബ്മിറ്റ് ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ആലപ്പുഴ ജില്ലയിൽ ആരംഭമായി. കായംകുളം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ വിതരണം വിവിധ സ്കൂളുകളിൽ നടത്തി. റെസിഡൻസ് അസോസിയേഷനുകളുമായി സാംസ്കാരിക സംഘടനകളുമായും ചേർന്നുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. സോഷ്യൽ ഫോറസ്ട്രി വകുപ്പിൽ നിന്നും ലഭ്യമായ വിവിധതരം ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും കാട്ടുമരങ്ങളും അടങ്ങിയ തൈകളാണ് വിതരണം ചെയ്തത്. വിവിധ സ്കൂളുകളിൽ നാച്ചുറൽ ക്ലബിന്റെ സഹായത്തോടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ടൗൺ ഗവൺമെന്റ് UPS കരിയിലക്കുളങ്ങരയിൽ നടന്ന ക്യാമ്പയിനിൽ ദേശീയ സെക്രട്ടറി റിയാസ് പുലരി അധ്യക്ഷനായി. പ്രഥമാധ്യാപിക ജെസ്സി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. SMC ചെയർമാൻ മുബീർ സോടനാട് പരിസ്ഥിതി സന്ദേശം നൽകി. IGC സ്റ്റേറ്റ് സെക്രട്ടറി സുനിത S ആശംസാ പ്രസംഗം നടത്തി. നമ്മൾ പരിസ്ഥിതി ദിനം ഒരു ദിവസത്തേക്ക് മാത്രമല്ല, ജൂൺ 5 എന്നുള്ളൊരു കാഴ്ചപ്പാടിലല്ല നമ്മൾ കൊണ്ടാടേണ്ടത്. നമ്മളുടെ ജീവിതകാലം മുഴുക്കെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ, പ്രകൃതിക്ക് ദോഷമുണ്ടാവാത്ത രീതിയിലുള്ള പരിസ്ഥിതി പ്രവർത്തനമായിരിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനം കൊണ്ടാടുന്നത്. അതിന് വർഷം മുഴുവനും നമ്മൾ പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങി വെക്കുക. അതിന് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സ് അതിനെ പരുവപ്പെടുത്തിയെടുക്കുകയും തുടർന്ന് ഞാൻ എന്നുള്ളൊരു വ്യക്തിയും പിന്നീട് നമ്മൾ എന്നുള്ള രീതിയിലും പിന്നെ നമുക്ക് കൂട്ടായിട്ട് നമുക്ക് ഈ നാടിനെ അല്ലെങ്കിൽ ഈ ചൂടിൽ നിന്നും വരൾച്ചയിൽ നിന്നും നമുക്ക് കാത്തുരക്ഷിക്കാം. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകമെമ്പാടും എല്ലാ സ്കൂളുകളിലും വളരെ ഭംഗിയായിട്ട് വൃക്ഷത്തൈകൾ നടുകയും അതുപോലെ തന്നെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ ഇന്ത്യയെ ഒരു പച്ചപ്പിലൂടെ കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഭാഗമാകാൻ നമ്മുടെ ടൗൺ UPSലെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ആ ഒരു ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീടും ചുറ്റുപാടും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹവും നാടും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനായി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കൊച്ചു നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. മരങ്ങൾ നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമാണ് എന്ന ഒരു ബോധവൽക്കരണം കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഏകദേശം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ബൃഹത്തായ പ്രവർത്തനമാണ് ഇതുവഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതുതലമുറയെ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങുന്ന രീതിയിൽ, പ്രകൃതി സൗഹൃദപരമായിട്ട് ജീവിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കുറേയധികം വൃക്ഷത്തൈകൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുത്തുവിട്ട് പരിസ്ഥിതി സംരക്ഷണം എങ്ങനെ വിപുലപ്പെടുത്തി ഭൂമിയെ എങ്ങനെ രക്ഷിക്കാം എന്ന ഒരു നിലപാടിലൂടെ കുട്ടികളിൽ ഈ സന്ദേശം കൈമാറി വ്യാപിപ്പിക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച് ഇതുപോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പരിസ്ഥിതി അവബോധവും നൽകിക്കൊണ്ട് ഭൂമിയെ രക്ഷിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാവക്കാട് LPS. CD നെറ്റ് ന്യൂസ് കായംകുളം.